തമിഴ്നാട് വാൽപ്പാറയിൽ 4 വയസ്സുകാരിയെ പുലി പിടിച്ചു. ജാർഖണ്ഡ് സ്വദേശികളുടെ മകളെയാണ് പുലി പിടിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കൊണ്ടുപോയി. ഇന്ന് വൈകുന്നേരം 4:30ഓടെയാണ് സംഭവമുണ്ടായത്. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിൽ 4 വയസ്സുകാരിയെ പുലി പിടിച്ചു. ജാർഖണ്ഡ് സ്വദേശികളുടെ മകളെയാണ് പുലി പിടിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കൊണ്ടുപോയി. ഇന്ന് വൈകുന്നേരം 4:30ഓടെയാണ് സംഭവമുണ്ടായത്. വിവരങ്ങളുമായി നമ്മുടെ ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഇപ്പോൾ സംഭവം നടന്നിട്ട് മണിക്കൂറുകളായി. കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടോ? അഞ്ജലി, കുട്ടിയെ ഈ സമയം അത്രയുമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ തുടരുകയാണ്. വാൽപ്പാറ മേഖലയിൽ വലിയ തോതിൽ മഴയുണ്ട്. ഈ മഴയും ഇരുട്ടുമടക്കം പ്രതിസന്ധിയായി മുന്നിലുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് വേണം കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. വൈകിട്ട് 4:30യോടുകൂടിയാണ് വാൽപ്പാറ നഗരത്തോട് ചേർന്നുള്ള പച്ചമല എസ്റ്റേറ്റിലെ തെക്ക് ഭാഗത്ത് വെച്ച് തോട്ടത്തൊഴിലാളിയായിട്ടുള്ള ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെയും മകൾ റോഷ്നിയെ പുലി പിടിച്ചുകൊണ്ട് പോകുന്നത്. പ്രദേശവാസികളായിട്ടുള്ള ലയത്തിലെ താമസക്കാർ ഇത് കാണുകയും ചെയ്തു. സംഭവത്തിൽ പുലിയാണ് കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് വ്യക്തമായതോടുകൂടി ആളുകൾ പുറകെ ബഹളം വെച്ച് ഓടുകയും തേയിലത്തോട്ടത്തിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തെങ്കിലും കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കുട്ടിയുടെ ഉടുപ്പടക്കം കണ്ടെത്തിയതായാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം. രാത്രി ആയതുകൊണ്ട് തന്നെ തോട്ടവും കൂടി ആയതുകൊണ്ട് തന്നെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ്. എങ്കിലും രാത്രിയിൽ പോലീസിന്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇവിടെ തിരച്ചിൽ തുടർന്നു വരികയാണ്. കുടുംബത്തോടൊപ്പം ജാർഖണ്ഡിൽ നിന്നെത്തി ഈ വാൽപ്പാറയിൽ താമസമാക്കിയവരാണ് മനോജ് കുന്ദയും കുടുംബാംഗങ്ങളും. ഭാര്യയും മകളും 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. ഇതിലെ മൂത്ത കുട്ടിയെയാണ് 4 വയസ്സുകാരിയായ കുട്ടിയെയാണ് പുലി പിടിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും അതീവ നിർഭാഗ്യകരമായ സംഭവം. കുഞ്ഞിന്റെ ജീവനോട് കൂടി കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയുള്ള വെല്ലുവിളി. ഏതായാലും ഈ രാത്രിയിൽ അത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലാണ് പ്രദേശവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും. അഞ്ജലി. ശരി ലെവിൻ, മനുഷ്യ മനസ്സിനെ വളരെ വിഷമത്തിലാക്കുന്ന ഒരു വാർത്തയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയനാണ്.